വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ശ്രീ. ഇന്ന് ഒരു മിനി വ്ളോഗാണ് കേട്ടോ, ഒരു ഈവനിങ് വ്ളോഗാണ്. വളരെ കുറച്ച് ലെങ്ത്തുള്ള ഒരു വ്ളോഗായിരിക്കും ഇത്. ഞാൻ അത്ര പ്രിപ്പയർഡായിട്ട് എടുത്തൊരു വ്ളോഗല്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഞാനും അമ്മയും കൂടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നമ്മൾ കുറച്ച് പ്ലാന്റൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ട് നമ്മൾ ടീ ടൈം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിപ്സും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട്. അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി, കുറച്ച് ദിവസമായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പം അമ്പലത്തിലൊക്കെ പോയി കഴിയുമ്പോൾ മനസ്സിന് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരിത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോയി തിരിച്ച് വീട്ടിൽ വന്ന് വിളക്കൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആസ് യൂഷ്വൽ ഈവനിങ് ടൈമിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി വെറുതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സമയം കളഞ്ഞു. എനിക്ക് ഏറ്റവും ചെയ്യാൻ മടിയുള്ളൊരു ജോലിയാണ് കേട്ടോ എൻ്റെ തുണിയൊക്കെ മടക്കി വെക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര മടിയാണത് ചെയ്യാൻ. ഞാനത് ഇങ്ങനെ കൂട്ടി വെക്കും. പിന്നെ കുറച്ച് ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ചെയ്യാമെന്ന്. അപ്പം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ളൊരു മൂവിയാണ് കേട്ടോ ഇൻഗോസ്റ്റ് ഹൗസിന്. അപ്പോൾ അതിലെ കോമഡിയൊക്കെ അടിപൊളി. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് തുണിയൊക്കെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓക്കെ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാനൊരു മുൾട്ടാനി മിട്ടി ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഈസിയാണ്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നമ്മുടെ മുൾട്ടാനി മിട്ടി പൗഡർ, റോസ് വാട്ടർ, പിന്നെ ഹണിയും കൂടെ ആഡ് ചെയ്ത് ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫേസിലിപ്പം അത്യാവശ്യം ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് പോലൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഓട്സ് സ്മൂത്തിയാണ് കഴിക്കുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൈകിട്ട് ഓട്സ് സ്മൂത്തി അങ്ങനെ ഓട്സ് കൊണ്ടുള്ളൊക്കെയാണ് കഴിക്കുന്നത്. അതും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ആണ് കഴിക്കുന്നത്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പം അല്ലെങ്കിൽ ഒട്ടും ക്രിയേറ്റീവ് അല്ലെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ പിൻട്രസ്റ്റൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും കേട്ടോ. പിൻട്രസ്റ്റിലൊക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കിട്ടും. അപ്പം അങ്ങനെ കുറച്ച് നേരം പിൻട്രസ്റ്റിലൊക്കെ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിൽ ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെന്ന്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അലോവേര ജെല്ലും രക്തചന്ദനവും കുറച്ച് ഹണിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഇനിയിപ്പോൾ ഉറങ്ങാൻ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ബുക്കൊക്കെ വായിച്ചിട്ടിപ്പം കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ ഇക്കിഗൈയാണ് ലാസ്റ്റ് വായിച്ച് തുടങ്ങിയ ബുക്ക്. അപ്പം അത് കുറച്ച് നേരം ഇരുന്ന് വായിക്കുന്നുണ്ട്. നല്ലൊരു ബുക്കാണ് കേട്ടോ, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ വായിച്ചൊക്കെ കഴിഞ്ഞു. ഇനി കിടന്നുറങ്ങാൻ പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.